ഓക്കെയാണ്. ആ ഓക്കെ. ഇനി ഞാൻ ഇങ്ങോട്ട് വാ, ഞാൻ നോക്കാം. അതിനെന്തിനാ കാട്ടിയത്? അതിന്റെ ആവശ്യമില്ല. ഓക്കെ അല്ലാന്നോ? ഓ എന്റെ ഇജ്ജ് ഇവിടെ കിട്ടുണ്ടോ? ഈ മൂലക്ക് കിട്ടുണ്ടോ? തലേ അല്ല വർക്ക് ചെയ്യണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. കിട്ടും. അല്ല എന്നെ കിട്ടും. അന്നെ നോക്കിയതാണ്. ഇജ്ജ് എത്ര അടുപ്പിച്ച് കുന്നു മടപ്പിന്റെ കപ്പിട്ട് പോലെ. അതിന്റെ ആവശ്യമില്ല അവിടെ. ശ്രീകാന്ത് നമ്മൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ. ഇന്റർവ്യൂ അല്ല, പോഡ്കാസ്റ്റ് ആണ്. അല്ല അത് നമുക്ക് അറിയാം. മറ്റേ ഇത് പോഡ്കാസ്റ്റ്. അതെ അതെ, നമ്മളിപ്പോ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ പോവാണ് ഇന്ന് മുതൽ. എല്ലാ ഞായറാഴ്ചയും 5 മണിക്ക്, എല്ലാ ഞായറാഴ്ച 5 മണിയാകുമ്പോൾ ഞങ്ങളൊരു പോഡ്കാസ്റ്റ് വീഡിയോ വരുന്നതാണ്. ഇനി അങ്ങോട്ട് എല്ലാ ആഴ്ചയും. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് മാത്രമേ ഞങ്ങൾ ഇതേപോലെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് കുത്തിരിക്കണത്. നാളെ ചിലപ്പോൾ ഞങ്ങൾ പച്ചയായിരിക്കാം, മഞ്ഞയായിരിക്കാം, നീലായിരിക്കാം, വെള്ളയായിരിക്കാം. അതെ അതെ, അങ്ങനെ അങ്ങനെ നമുക്കങ്ങനെ ഒരു യുണീക്ക് ആയിട്ടൊരു സാധനം അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ ചെയ്യാൻ പറ്റാൻ ആവശ്യമുണ്ട് നമുക്ക്. കാരണം അയാൾ വേറെ. പിന്നെ അതേപോലെ ശരിക്കും എനിക്ക് കാർത്തിക് സൂര്യന്റെ സൗണ്ട് ഉണ്ടാക്കാൻ ബേക്കും ഇങ്ങനെ. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കഴിച്ചിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ പറഞ്ഞാല് കഴിച്ചിലാവും. ഇതിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഓഫീസിലാണ്. അതെ, റെസ്ട്രിക്ഷൻസ് പലതും ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാം തരണം ചെയ്തുകൊണ്ടാണ്. അതെ അതെ, അല്ലെങ്കിൽ പറ്റൂലല്ലോ. അല്ല, നമ്മൾ 6:30-ക്ക് ശേഷം മാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. കാരണം അത് ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റൂല. പക്ഷെ മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ പിന്നെ ഈ വീട് ചെയ്യാതെ എന്താ പറയാ, തോര എന്താ ഉണ്ടാ ഇത് ആ സൗണ്ട് വന്നു ചെറുപ്പിച്ചല്ലേ. ഫസ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങളെ ചെറുക്കും. ഞങ്ങൾക്ക് ഈ വീഡിയോ ഒന്നും കട്ട് ചെയ്യില്ല കേട്ടോ. അതെ, ഇത് ഫുൾ കട്ടാണ്. അത് കാരണം കട്ട് ചെയ്യുന്ന പരിപാടി ഇല്ല. കാരണം എല്ലാവർക്കും നല്ലത് മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അതാണ് ഇതിനെ പറ്റി ഒരുപാട് പൊട്ടത്തരം പറയും, അതൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഇവന് ഫുൾ പറഞ്ഞതൊക്കെ പൊട്ടത്തരങ്ങളാണ്. പൊട്ടത്തരം. പക്ഷെ അത് കുഴപ്പമില്ല. ഞാൻ പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടായത് എന്റെ പാട്ടുകളൊക്കെ ചെറുപ്പിച്ചത്. പിന്നെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ സാധനം ചെയ്യണ്ടല്ലോ. പക്ഷെ എന്നത് ഞങ്ങളതല്ല. അതാണ് ഹൈലൈറ്റ്. ഈ വീഡിയോ എടുക്കുന്ന ഫോണ് അതും ഞങ്ങളതല്ല. ഈ ഉണ്ടി ഞങ്ങളതല്ല. ഒന്നുമല്ല. എനിക്ക് എന്തിനാ കാഴ്ച പിടിച്ചാൽ തരാം. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഞങ്ങളതല്ല. ഇതിലല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അൾട്രാ റിച്ച് ആയിട്ടുള്ള ആദർശേ, പുള്ളി പെണ്ണിട്ടില്ല. പുള്ളിനെ ഇഷ്ടമുള്ള പുള്ളിക്ക് പെണ്ണിട്ടില്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. എനിക്ക് പെണ്ണില്ല. ഈ വീഡിയോ റീച്ച് ആവുകയാണെങ്കിൽ മാത്രം ഞാൻ കല്യാണം കഴിക്കുന്നതിലൊരു മൈൻഡിലാണ്. വേറെ അങ്ങനെയല്ല. ഇവന് ഉമ്മാനെ വിളിച്ചിട്ട് ഇന്നലെ കൂടി പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കണം. ഉമ്മ ഓടിച്ചിട്ട് ഇമ്മ ഈ ത്വര കാണിക്കല്ലേ. ഇമ്മ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് വെച്ചറിയാം. ഇമ്മാനോട് എനിക്ക് പറയാനുള്ളത് വെച്ചാല് 26 വയസ്സായ മധുര 26 പയ്യനാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു ത്വര കാണിക്കണം. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുന്നത് ഫുൾ വീഡിയോ കാണുന്നത് എനിക്കറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു കുട്ടിനെ കണ്ടെത്തുക. കൊണ്ടോട്ടി ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്ത്, മലപ്പുറം, നമ്മളെ മറ്റേ പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്ത്, നമ്മളെ മറ്റേ മുസ്തഫാക്കാനോടൊക്കെ നൈസായിട്ട് അതിനെല്ലാം ഇവിടെ വന്നത്. ഇൻസ്റ്റാ 360 X5 ഈ സാധനം 70,000 റുപ്യന്റെ മുതലാണ്. പക്ഷെ 70,000 ഈ ഉണ്ടൊക്കെ മേടിച്ചല്ലേ. അല്ല, ഈ ഉണ്ട ഫ്രീ ആണ്. പക്ഷെ വേറെ സാധനം എന്തോ കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോ ഷൂട്ട് ചെയ്യുന്ന സാധനത്തിന്റെ സ്റ്റിക്കിന്റെ വില 250 റുപ്യാണ്. 415 രൂപ. പക്ഷെ എനിക്ക് ജോണി ബ്രോ ഗിഫ്റ്റ് തന്നതിന് 315 രൂപ. ഞാൻ വിചാരിച്ച വലിയൊരു 1000 റുപ്യന്റെ സാധനമൊക്കെയാണ്. പക്ഷെ അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല. ജോണി ബ്രോ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോ ആ സാധനത്തിന് 315 രൂപ. പിന്നെ ഇപ്പത്തെ ആ ക്യാമറയുടെ പട്ടം വർക്കാണില്ല. അത് വേറെ. പിന്നെ പക്ഷേ നിങ്ങൾ ഫോക്കസ് ആണല്ലോ. ഇത് ഇൻസ്റ്റാ 360 വണ്ടിയാണ്. ഈ സാധനത്തിന് 13,000 റുപ്യാണ്. ആലോചിച്ച് നോക്കി. ഈ ക്വാളിറ്റി കണ്ടോ? ഞാൻ കണ്ടില്ല. പക്ഷെ നല്ല രസമുണ്ട് ഈ സാധനം എന്തായാലും. കാരണം ഇത് നല്ല രസമാണ് കേട്ടോ. ഇതെങ്ങനെ അറിയോ ഓപ്പറേറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മളതിനെപ്പറ്റി കുറേ പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം എല്ലാവർക്കും ഇതിന്റെ ആകെ ഒരു ഉപകാരം ഇതിന്റെ വടിന്റെ വലിപ്പം കണ്ടോ? 2 മീറ്റർ 1.5 മീറ്റർ. നീ പോകും
നീ വലുത് അത്രേ ഉള്ളൂ. ഇതൊരു ഫെയർ ലവ്ലി തേച്ച ഒരു കാനഡക്കാരനെ കണ്ടിട്ടുണ്ടോ? ആ കാനഡക്കാരൻ പറയും ഇനിയും വെളുക്കും ഞാൻ. കാനഡല്ല, നൈജീരിയ. അയാളെ കത്തിട്ടാണ് ഫെയർ ലവ്ലി തേച്ചിട്ട് അയാൾ ഇനി വെളുത്തിക്കണെന്ന് പറഞ്ഞു. ഇത് നമ്മളങ്ങനെ കട്ട് ചെയ്തില്ല. കറുപ്പിന് ആയിട്ടാണെന്ന് അത് നമ്മള് പറയും. അതെ, ഒരു നെഗറ്റീവ് ഉണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്. എന്തെങ്കിലും പറ, ഞാൻ മാത്രം തുടങ്ങുള്ളൂ. ഇവർക്ക് കഴിവില്ല, പക്ഷെ ഇവൻ എന്റെ മോട്ടീവ് ആയ നീ യൂട്യൂബ് തുടങ്ങാല്ല. കണ്ടോ, ഇത് ഞാൻ എഴുതി പറഞ്ഞ സ്ക്രിപ്റ്റ് അതൊന്നും അല്ല, പക്ഷെ ഒറ്റക്ക് സ്വമേധ സത്യം. ഞാൻ ചാനലിരിക്കുമ്പോഴത്തേക്കിനും എടാ നീ തുടങ്ങി. ഞാൻ നാട്ടുകാർ ഊക്കലാണ് പണ്ടെന്നെ പ്രാവശ്യം ഊക്കിയിട്ട് ഞാൻ ഉണ്ടായത് ഞങ്ങൾ കളഞ്ഞാന്ന് തോന്നിയപ്പോ ഊക്ക് പോട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങുമ്പോഴത്തേക്കിനും ഈ ഊക്കിയന്മാരൊക്കെ പോയിക്കോളും. അത് തന്നെയാണ് ഞാൻ സ്ട്രൈക്ക് ചെയ്തത്. അതിന് ഞാനോട് ചാനൽ തുടങ്ങി, ഇവനോട് ചാനൽ തുടങ്ങി. ഞാൻ ഓൾറെഡി ചാനലുണ്ട്, ഇവന് ഓൾറെഡി ഉണ്ടായി. അപ്പൊ ഈ ടൈമിലൊക്കെ നമുക്ക് എന്താട്ടാ പിന്നെ അല്ല, അതായത് ഇങ്ങനെ നമ്മൾ സംസാരിക്കൂലേ, അപ്പൊ ഇതിനെ പൊക്കി പറയല്ലേ. അപ്പൊ അല്ല സത്യമല്ല, സത്യം പൊക്കുന്നുണ്ട് അറിയാം. അപ്പൊ നമുക്ക് പോലെ കുറച്ച് എന്തായാലും മറ്റേ എഡിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാർ, അതേപോലെ നമ്മത്തിന് ചിറകല്ലേ, ചിറക് കൊടുക്കാം. ചെറുക്കാൻ തരാം വേറെ കാര്യം. അതെ, ഇത് മറക്കാണ്, വേറെ ഒന്നുമല്ല. ഇത് ഓണാക്കാൻ അധികം കാണിച്ചു. ഇത് ഓണാക്കാൻ എന്താ പറയാത്തെ, ഏതൊരാൾക്കും നമ്മൾ ഇതൊന്നും പഠിപ്പിക്കരുത്. കാരണം ഓണാക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പവറിന്റെ ഈ ഒരു സ്വിച്ച് കണ്ടു കഴിഞ്ഞാൽ അത് നിൽക്കാൻ പറ്റും. ഞാൻ നക്കി കണ്ടോ, ഓണായി. സിമ്പിൾ, വളരെ സിമ്പിൾ. പിന്നെ ഇതിലുള്ള വിഷ്വൽസ് ഞാൻ ഒന്ന് കാണിച്ചതാ. അത് നമ്മളെ ഇതാണ് കാണുന്നുണ്ടോ? ഇതിങ്ങനെ ഫോക്കസ് ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് അത് ഫോക്കസ് ആവില്ല. അല്ല, ഇപ്പൊ ഞങ്ങളെ കാണുന്നുണ്ടാവും, കാണും. പിന്നെ ഫോക്കസ് ആവില്ല. അപ്പൊ അതിന്റെ മുതലാളി വരുന്നുണ്ട്, പക്ഷെ നമ്മൾ അപ്പത്തിന് പെട്ടെന്ന് നമുക്ക് അതെ. അപ്പൊ കുറച്ചിടത്തിന് അപ്പൊ ഈ ഒരു ഷോർട്ട് വീഡിയോ പോരത്. എന്ത് എടാ നായ ഇത് 6 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇല്ല ഇല്ല, ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളെ കോൺഫിഡൻസ് പോകും. എനിക്ക് പോകില്ല. അല്ല, എനിക്ക് പോകില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ ഇജ് കൊറേ കണ്ടിട്ടുണ്ട്. എനിക്ക് അന്നിൽ കണ്ട പ്ലസ് പോയിന്റ് എന്തായാലും ഇജ് നാണം കണ്ടില്ലാതെ നടന്മാരല്ലാതെ എല്ലാ സ്ഥലത്തും പോയിട്ട് ക്യാമറ എടുക്കും. അത് പക്ഷെ പോസിറ്റീവാണ്. പിന്നെ അല്ല, ഞാൻ എനിക്കിപ്പോ ചെറുകുണ്ടോ ചെറുകുണ്ട്, പക്ഷെ അങ്ങനെ പോസിറ്റീവാണ്. ഞാൻ എന്റെ ഇപ്പൊ ഇമ്മി ഒന്നും ഉണ്ടാകുന്ന സമയത്ത് ഞാൻ മറ്റേ ഈ ക്യാമറ തുറന്നു കഴിഞ്ഞാൽ എന്റെ ഉമ്മേന്റെ ചടക്കാൻ വിളിച്ചു, ഇമ്മക്കൊരു പ്ലസ് പോയിന്റ്. പക്ഷെ അതെന്താ ഇമ്മക്ക് ഇമ്മ ചെറുക്കണ്ട, ഇമ്മക്ക് ചെറുക്കായി കഴിഞ്ഞപ്പോ ശരിയാവില്ല. അപ്പൊ അത് ആ ഒരു പ്ലസ് പോയിന്റ് ഞാൻ അതിൽ കണ്ടിട്ട് നല്ലൊരു ക്വാളിറ്റിയാണ്. കുറയോ ഞാൻ നോക്കിയാലോ? ഇപ്പൊ കേട്ടോ, വെയിറ്റ്. 8 മിനിറ്റ് ആയിരുന്നു. 8:46. എനിക്ക് വിശ്വാസമില്ല. അതെ, നന്നായിക്ക് എന്റെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ 8:53. 8:53. അപ്പൊ മാക്സിമം ഒരു എന്റെ വാച്ചിൽ ടൈം എത്ര? 10 മിനിറ്റിന്റെ വീഡിയോ ഒക്കെ 6:37. 6:37. അപ്പൊ 2 മിനിറ്റ്സ് കഴിയുമ്പോ നമുക്ക് 10 മിനിറ്റ് വീഡിയോ കിട്ടും. ഇൻസ്റ്റാ 360 X5ന്റെ ഒരു അൺബോക്സിംഗിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാലം വന്നത്. പക്ഷെ അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടി ആ ഓണർ എവിടെയോ കൊണ്ടുപോകും. അതെ, പെട്ടി ഓണറിന്റെ അനിയന് നൈസായിട്ട് അത് ഓപ്പൺ ആക്കി എവിടെയോ കൊളാക്കി. കാരണം അല്ല, ഇതിന്റെ പ്രശ്നം പോലെ ഞാൻ പറഞ്ഞത് ഇതായിട്ട് ഞാൻ വർക്കല ബീച്ചിൽ പോയി, ക്ലിഫ് ബീച്ചിലും പോയി, ക്ലിഫിലും പോയി. പക്ഷെ ക്ലിഫിൽ പോയ സമയത്ത് ഇതിന്റെ ഒരു ഉപകാരം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വായി നോക്കാൻ ഈ ക്യാമറ ബെസ്റ്റ് ആണ്. കാരണം തരുമോ, നമുക്ക് ഇതിന്റെ അപ്പുറത്തെ ക്യാമറ ഉണ്ട്, ഇപ്പുറത്തെ ക്യാമറ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ക്യാമറ വെച്ച് നടക്കുന്നത്. പക്ഷെ അവർക്ക് പെണ്ണുങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടോ? അതല്ല, കണ്ടോ ചുമ അപ്പുറത്തും റെക്കോർഡിങ് ഉണ്ട്. അപ്പൊ അതിന്റെ ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാല്
നിങ്ങൾ ഗോവ ബീച്ചിക്കൊക്കെ പോകുമ്പോൾ കറുത്ത കണ്ണാടിന്റെ ആവശ്യമില്ല. എന്തില്ല? 360 മതി. അതെ, 70,000 കൊടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇത് പെരി കുത്തിരുന്നിട്ട് ഇങ്ങനെ കാണാം. പക്ഷെ വേറെ ഒന്നും ചെയ്യരുത്. 18+ കണ്ടന്റ്. അപ്പൊ നൈസായിട്ട് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അതെ, 2 കൊടുക്കാം. നമുക്ക് നമ്മുടെ വീടിന്റെ തമ്മിൽ എന്താണ് നമുക്ക് 18+ കൊടുക്കാം. അല്ല, വെറുതെ കൊടുക്കാം. അന്റെ ആൾക്കാരും എടുത്തോ പോകും. ഈ 18+ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ നായ്ക്കളും കാണും. അതെ, നമ്മൾ 18+ ഇട്ട് കഴിഞ്ഞാൽ കുറെ പേര് കാണും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോഴോ ചിലപ്പോൾ വല്ല മറ്റേ പണ്ടത്തെ മറ്റേ ടൈറ്റാനിക്കിന്റെ മൂവി കേൾക്കും. എന്നിട്ട് 18+ എന്ന് പറഞ്ഞിട്ട് കാര്യം അതിന് അതൊരു ചെറിയ സീനുള്ളൂ. പണ്ടത് മതിയായിരുന്നു. ഫാഷൻ ഷോ കണ്ടിട്ട് വേണ്ട, നമ്മൾ ടോപ്പിക്ക് മാറുന്നു. പറ്റൂല. ഞാൻ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ശരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാനാണ്. ശരിക്കും ഇതേപോലത്തെ ഒരാൾ വേണം. അതെ, എന്നെ തന്നെ തന്നെ. ഓക്കെ, അതായത് അതെ. എടാ, ഇതിനെ കുറിച്ച് എന്താ പറയണ്ടേ? ഇതിനെ കുറിച്ച് ഇതിന്റെ ബാറ്ററി വിട്ട് ഞാൻ പറയാം. ഇങ്ങനെ നിൽക്കാൻ മതി, അപ്പൊ തന്നെ ബാറ്ററി പോയി. ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് ഇടങ്ങാറാവെന്ന് വിചാരിച്ച് നിൽക്കാൻ വേണ്ടിട്ട്. ഇവൻ ഇതിനു മുമ്പ് കുറെ പ്രാക്ടീസ് ചെയ്താണ്. ഇനി ഇത് ഞാൻ ഓണാക്കാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ പിടിക്കുന്നു, നമ്മൾ ഇങ്ങനെ അയക്കുന്നു. ഇത് ഞാൻ കാണിച്ചാലേ ഒന്ന് പിടിക്കട്ടെ. അതിന്റെ ആവശ്യം ഇവിടെ ഇപ്പൊ ആരെയും കാണാറിയോ? അല്ല, ഇപ്പൊ എന്നെ കാണും. ഇപ്പൊ ആരും കാണില്ല. അപ്പൊ ആ ക്യാമറ ഇരിപ്പുണ്ട്. നിങ്ങളാ കാണുന്നുണ്ടോ? ഒരു വെള്ള ഹെഡ്സെറ്റ് ഒരു മനുഷ്യനോട് ഇരിപ്പുണ്ട്. കാണുന്നുണ്ടെന്ന് അറിയാൻ പാടില്ല. അതാണ് ഇതിന്റെ മുതലാളി. അതെ, യെസ്, അതാണ് ഇതിന്റെ മുതലാളി. ഇനി വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, പിന്നെ എന്തൊക്കെ ചെയ്യാം. ഇപ്പൊ പ്യുവർ വീഡിയോ എടുക്കുക, ഇൻസ്റ്റാ ഫ്രെയിം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ടൈം ലാപ്സ് എടുക്കുക, ടൈം ഷിഫ്റ്റ് എടുക്കുക, ബുള്ളറ്റ് ടൈം എടുക്കുക, ലൂപ്പ് റെക്കോർഡ് ചെയ്യുക. ബുള്ളറ്റ് ടൈം റോഡ് മോഡ് ഗൂഗിൾ ചെയ്ത് നോക്ക്. സ്റ്റാർ ലാപ്സ് എടുക്കുക. സ്റ്റാർ ലാപ്സ് വേണ്ടി നൈറ്റിൽ എടുക്കുന്ന സാധനം. അതാണ് രാത്രി എടുക്കൂല, ഈ ആകാശത്ത് സ്റ്റാറോ സ്റ്റാർ ലാപ്സ്. അതാണ് എടുക്കാനുണ്ട്. ഫോട്ടോസ് ഇന്റർവ്യൂവിന് നമുക്ക് ടൈം കൊടുക്കാൻ പനോരമല്ല. പിന്നെ ഫോട്ടോ, വീണ്ടും വീഡിയോ, വീണ്ടും പ്യുവർ വീഡിയോ. പ്യുവർ വീഡിയോനെ കുറിച്ച് എനിക്കറിയാലോ. പ്യുവർ വീഡിയോ പറഞ്ഞു രാത്രി മാത്രം എടുക്കാൻ പറ്റിയ വീഡിയോയാണ് പ്യുവർ വീഡിയോ. പ്യുവർ വീഡിയോ നമുക്ക് അതല്ലത് കുറച്ചുകൂടി, അതായത് നമ്മൾ ചേട്ടൻ ഐഫോണിൽ തൊലിച്ചൊരു സാധനം നൈറ്റ് മോഡ്. അല്ല, നൈറ്റ് മോഡ് നമ്മൾ അതിൽ പറയും. പക്ഷെ ഇതിൽ നമ്മൾ പ്യുവർ വീഡിയോ പറയും. ഇൻസ്റ്റാ ഫ്രെയിം എന്താ നോക്കട്ടെ. റിയൽ വ്യൂ, കസ്റ്റം വ്യൂ. റയലല്ല, റിയൽ. റിയൽ ആണ്. ഓക്കെ, കസ്റ്റം വ്യൂ. അതൊക്കെ വലുതാ പറഞ്ഞിട്ടാണ് ഫ്രണ്ട് വ്യൂടാ. ഒരു ഫോട്ടോ എടുത്തേക്കാം. ഇങ്ങനെ നിൽക്കാം. വീഡിയോടാ കസ്റ്റം വ്യൂ. അടുത്ത കസ്റ്റം വ്യൂ ആണ്. നമുക്ക് ഇങ്ങനെ തിരിക്കാം കേട്ടോ. ഇതെന്താണ് പഠിച്ചോണേ? 360 ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നതിന് അറിയാൻ പാടില്ല ഗൈസ്. എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് കണ്ടിപ്പോ എന്തോ ആയിക്കാണ്, ഞാൻ നോക്കട്ടെ. അല്ലല്ല, കാണാൻ പറ്റും. അത് കാണാം. മാപ്പിൽ ക്ലിക്ക് ചെയ്യടാ. ആ സാധനം കണ്ടിട്ട് അറിയാൻ പാടില്ല ഗൈസ്. പക്ഷെ എസ്പെഷ്യലി ഇതിന്റെ സൗണ്ട് ക്ലാരിറ്റി അത്ര വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. വലിയ ഹൈപ്പ് കൊടുക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. തന്നെ മുതലുണ്ട് തന്നെ ഉള്ളൂ. ഞാൻ വലിയ ഇതൊന്നും പൈപ്പൊന്നും ഞാൻ ജെനുവിനായിട്ടേ പറയുള്ളൂ. ഇവൻ എനിക്കറിയില്ല. ഇവൻ കുറെ കുറെ തൊഴിച്ചുകൊണ്ട് ഒരു സാധനം കിട്ടിയപ്പോഴത്തേനും ഫ്രീ ആയിട്ട് 70,000 മേലാരാത്. പിന്നെ നമ്മളെ കയ്യിൽ കാശ് കൊടുക്കുമ്പോഴത്തേക്കിനും 70,000 രൂപ മടിയും. നമ്മള് എന്താ പറയാ, ആദർശിന്റെ കാശല്ലേ. ഞാൻ ജെനുവിനായിട്ടുള്ള റിപ്ലൈ പറയുള്ളൂ. ഇവ തള്ളിയിട്ട് മറിച്ചിട്ടാണ് ഇത്രയും കാര്യം ഞാനിങ്ങനെ. അപ്പൊ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? പിന്നെ അതെ, വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പൊ എന്ത് നമുക്ക് ഇനി അടുത്ത ആഴ്ച കാണാം. എല്ലാ ഞായറാഴ്ചയും വരും. ഈ വീഡിയോ ഈ ഞായറാഴ്ച അപ്ലോഡ് ചെയ്യുള്ളൂ. ഇവന്റെ ചാനലിൽ എത്ര മണിക്കാണ്? 8 മണിക്കാക്കാം രാത്രി. എന്നാ എന്റെ ചാനലിൽ അതിനും പോയി വേണ്ടട്ടോ. അതിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ഞാൻ എൻ്റെ രക്ഷപ്പെടനത്തിൽ ഒക്കെ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ എന്താ പറയാ നോക്കിയാൽ മതി. അതൊക്കെ മുതലാളിയെ നമുക്ക് മൈൻഡ് ആക്കണ്ടല്ലോ.
അപ്പൊ ഓക്കെ ഗൈസ് ബൈ ദ ബൈ. അപ്പൊ ഞങ്ങൾ എന്തായാലും ബൈ. നമുക്കിനി നെക്സ്റ്റ് വീക്കിൽ ഓക്കെ മിസ്റ്റർ സാർ താങ്ക് യു ഫോർ ഓക്കെ മിസ്റ്റർ ശ്രീകാന്ത്. Wow. ഓക്കെ മിസ്റ്റർ പാടാ പോവാ. That was amazing. ഓക്കെ മിസ്റ്റർ പാടാ പോവാ. ചാനലിന്റെ പേര് പറ. ചാനലിന്റെ പേര് ആദ്യം എന്റെ ചാനൽ ഏത് വൈബ് പൊളി വൈബ് ഓന്റെ ചാനൽ പാടാ പോവാ ഇവന്റെ ചാനൽ. പിന്നെ രക്ഷപ്പെടണം ഒരു ചാനൽ ഉണ്ടാവും. അത് ഞാൻ പതുക്കെ കൊണ്ടുവരുന്നതാണ്, പക്ഷെ ഒരു നല്ല റീച്ച് ഉണ്ട്, അറിയാം. ഓക്കെ അപ്പൊ ബൈ. പിന്നെ ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു ചെലവില്ലാത്തൊരു കാര്യം പറഞ്ഞു, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ പറയൂല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം ആ ഓൻ്റെത് ചെയ്യണം കേട്ടോ, എന്റെ ചെയ്തോ.